ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തുമ്പോൾ അന്ന് അമേരിക്കൻ ഭരണകൂടം അവരുടെ നാവികസേനയുടെ 7ാം കപ്പൽപ്പടയെ ഇങ്ങോട്ട് അയച്ചു. 7th ഫ്ലീറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ പടക്കപ്പലുകളുടെ വ്യൂഹമാണ് 7ാം കപ്പൽപ്പട. ഇങ്ങോട്ട് അയച്ചു ഇന്ത്യയിലേക്ക് നമ്മളെ പേടിപ്പിക്കാൻ, ഭീഷണിപ്പെടുത്താൻ. പാകിസ്ഥാന് വേണ്ടി അയച്ചതാ, പാകിസ്ഥാനെ സഹായിക്കാൻ വിട്ടതാ. നമ്മൾ പറഞ്ഞു, ഇന്ത്യ പറഞ്ഞു ബംഗാൾ ഉൾക്കടലിലേക്ക് ഇത് കടന്നു പോകരുതെന്ന്. തിരിച്ചുപോയി. 7th ഫ്ലീറ്റ് തിരിച്ചുപോയി. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. അത്രയ്ക്ക് മഹത്വവും മഹിമയുമുള്ള വ്യക്തിത്വമായിരുന്നു ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ 7 അയൽവക്കത്ത് നിൽക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരാൾ പോലും നിങ്ങളുടെ കൂടെ ഇല്ലാത്തതിന്റെ പക അല്ലെങ്കിൽ അസൂയ, അതാണ് അങ്ങേ കൊണ്ട് അങ്ങനെ പറയിച്ചത്. ട്രംപിന് ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് മോദിയാണെന്നാണ് BJP-ക്കാര് ചെണ്ടയടിച്ച് നടക്കുന്നത്. പക്ഷേ 56 ഇഞ്ചെന്ന് ഖ്യാതി പറയും, വിശ്വഗുരു എന്നൊക്കെ ചമഞ്ഞു നടക്കും. പക്ഷെ നിർണായകമായ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ അമേരിക്കയുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അനധികൃത കുടിയേറ്റക്കാരെന്ന് ആരോപിച്ച് 104 ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽ ചങ്ങലയും അണിയിച്ച് ഒരു സൈനിക വിമാനത്തിൽ അമേരിക്ക നാട് കടത്തിയപ്പോൾ, ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചപ്പോൾ നമ്മുടെ മഹാരാജ്യത്തിന്റെ, ഇന്ത്യയുടെ അന്തസ്സിനും അഭിമാനത്തിനുമാണ് ചങ്ങല വീണത്. ലോകത്തിനു മുമ്പിൽ ഇന്ത്യ നാണം കെടുകയായിരുന്നു. രാഷ്ട്രീയമായ എതിരാളികളെ മുഴുവൻ രാജ്യവിരുദ്ധർ, ദേശവിരുദ്ധർ എന്ന് ആക്ഷേപിക്കുന്ന BJP-യുടെ സർക്കാർ അമേരിക്കയുടെ കിരാതമായ നടപടിയെ ഇന്ത്യൻ പാർലമെന്റിൽ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അമേരിക്കയുടെ കിരാതമായ ഈ കാടൻ നടപടിയെ ഒന്ന് അപലപിക്കാൻ പോലും നമ്മുടെ പ്രധാനമന്ത്രി മോദി തയ്യാറായില്ല. അതേസമയം അമൃതസറിലെ ഈ വിമാനം നിലം തൊട്ട ആ നിമിഷം ഓരോ ഇന്ത്യക്കാരനും ലജ്ജ കൊണ്ട് തലകുനിക്കുകയായിരുന്നു. പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ള 104 ഇന്ത്യക്കാരെ കൈവിലങ്ങണയിച്ച് കാലിൽ ചങ്ങല കെട്ടി ഒരു സൈനിക വിമാനത്തിലാണ് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്. കൊടും കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യക്കാരോട് അമേരിക്ക പെരുമാറിയത്. 41 മണിക്കൂർ നീണ്ട യാത്ര നരകയാതനയായിരുന്നു. ശുചിമുറിയിലേക്ക് പോകാൻ പോലും ഇവരെ അനുവദിച്ചില്ല. തടവുകാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതുപോലെയാണ് അവര് ഇന്ത്യക്കാരോട് പെരുമാറിയത്. എന്തിനായിരുന്നു ഈ ക്രൂരത? അതാണ് മനസ്സിലാകാത്തത്. ഈ 104 നിസ്സഹായരായ മനുഷ്യര് വിമാനത്തിനുള്ളിൽ കലാപമുണ്ടാക്കുമായിരുന്നു. അതോ ഒരു വിമാനത്തിന്റെ വാതില് ബലം പ്രയോഗിച്ച് തുറന്ന് പുറത്തേക്ക് ചാടുമായിരുന്നു. മനുഷ്യാവകാശങ്ങളുടെ കടുത്ത ലംഘനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആളുകളെ ചങ്ങലക്കിട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ PIB എന്താണ് പറഞ്ഞെന്നറിയാമോ? PIB എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു വാർത്താ വിതരണ ഏജൻസിയാണ്, നമ്മുടെ PRD പോലെ. അവർ പറഞ്ഞത് ഇന്ത്യക്കാരല്ല, ഗുവാഹട്ടിമലയിൽ നിന്നുള്ള ആളുകളാണെന്നാണ്. പക്ഷേ ഈ നാടുകടത്തിന് നേതൃത്വം കൊടുത്ത അമേരിക്കൻ ബോർഡർ പട്രോൾ തന്നെ പിന്നീട് ഇന്ത്യക്കാരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. അതോടൊപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. സൈനിക വിമാനം ഉപയോഗിച്ചുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഒരു നാടുകടത്തൽ പ്രക്രിയയായിരുന്നു അതെന്ന് അവർ അഭിമാനപൂർവ്വം പറഞ്ഞു. അതോടെ നമ്മുടെ PIB-യുടെ മിണ്ടാട്ടം മുട്ടി. ഇന്ത്യയുടെ അഭിമാനത്തെപ്പറ്റി, അന്തസ്സിനെപ്പറ്റി ഘോരം പ്രസംഗിക്കുന്ന പാർട്ടിയാ BJP. അവരുടെ സർക്കാരായി ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അവരിതെല്ലാം കണ്ട് നിശബ്ദരായി നിൽക്കുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി അമേരിക്കയിൽ മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ചെയ്യുന്നതെന്ന് ആക്ഷേപിച്ചവരാ, അദ്ദേഹത്തെ കുരിശിലേറ്റിയവരാ. അവരാണ് ഇന്ത്യയുടെ അഭിമാനം തറയോളം താണുപോയ ഒരു നിമിഷത്തിൽ നിശബ്ദത പാലിച്ചത്. ഇത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ വലിയ ബഹളത്തിന് കാരണമായപ്പോൾ, പ്രതിഷേധമുയർന്നപ്പോൾ അമേരിക്കയെ ന്യായീകരിക്കാനാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ തയ്യാറായത്. നാടുകടത്തൽ പുതിയ രീതിയല്ല, ഇതൊരു അമേരിക്കൻ സമ്പ്രദായമാണ് എന്നാണ് S. ജയശങ്കർ പറഞ്ഞത്. അമേരിക്കയിൽ നിയമവിരുദ്ധമായി കുടിയേറ്റം നടത്തിയ ഇന്ത്യക്കാരുണ്ടെങ്കിൽ അവരെ തിരിച്ചു സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നും അദ്ദേഹം ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിനെ ഉപദേശിച്ചു. ശരിയാണ് പ്രഭു, 100% ശരിയാ. അനധികൃതമായിട്ട് കുടിയേറിയവരുണ്ടെങ്കിൽ അവരെ തിരിച്ചയച്ചോട്ടെ. പക്ഷെ അത് തിരിച്ചയക്കപ്പെടുന്നവന്റെ, അവൻ ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെ അന്തസ് പാലിച്ചുകൊണ്ടാവണം. അല്ലാതെ ഇങ്ങനെയല്ല, ഇത്തരത്തിൽ കിരാതമായ അടിമകളോട് പെരുമാറുന്നത് പോലെയല്ല ചെയ്യേണ്ടത്. കാലിൽ ചങ്ങലയിട്ട് കയ്യിൽ വിലങ്ങിട്ട് അങ്ങനെയല്ല അവരെ
തിരിച്ചയക്കേണ്ടത്. നേരത്തെയും ഇങ്ങനെ അമേരിക്ക ആളുകളെ തിരിച്ചയച്ചിട്ടുണ്ട് എന്ന് എസ് ജയശങ്കർ പറയുകയുണ്ടായി. അപ്പോൾ പ്രതിപക്ഷം ചോദിച്ചു, അന്നും ചങ്ങലക്കിട്ടാണോ അയച്ചത്? പക്ഷെ ജയശങ്കറിന് ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. സ്ത്രീകളെ ചങ്ങലക്കിട്ടില്ല എന്നും ജയശങ്കർ പാർലമെന്റിൽ വാദിച്ചു. പക്ഷേ ഗുജറാത്തിൽ നിന്നുള്ള ചില ആളുകളുടെ ബന്ധുക്കൾ, വിമാനത്തിൽ തിരിച്ചയക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ പറഞ്ഞത് സ്ത്രീകളെയും ചങ്ങലക്കിട്ടിരുന്നു എന്നാണ്. ഇതിൽ നിന്ന് നാം അനുമാനിക്കേണ്ടത് ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞത് കളവായിരുന്നു എന്നാണ്. നമ്മുടെ പ്രധാനമന്ത്രി മോദി പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകി. അവിടെ അദ്ദേഹം സമയം ചെലവഴിച്ചത് നെഹ്റു മുതലുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെയും കോൺഗ്രസിന്റെ നേതാക്കളെയും ആക്ഷേപിക്കുന്നതിനാണ്. ലോക്സഭയിൽ ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി കാര്യകാരണ സഹിതം മോദി സർക്കാരിന്റെ വീഴ്ചകൾ പറഞ്ഞു, സഭയിൽ വിവരിച്ചു. UPA സർക്കാരിന്റെ വീഴ്ചകൾ സമ്മതിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. നിശിതമായ വിമർശനമാണ് നടത്തിയത്. അതിന് മോദി നൽകിയ മറുപടി പ്രസംഗം ഏതാണ്ട് 3/4 സമയം നെഹ്റു ഗാന്ധി കുടുംബത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കുടുംബത്തിന് വേണ്ടി മ്യൂസിയം പണിതെന്ന്. നെഹ്റു മ്യൂസിയത്തെ പറ്റിയാ പറഞ്ഞത്. ശരിയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒരു മ്യൂസിയം അല്ല, അതിനേക്കാൾ വലിയ സ്മാരകം അർഹിക്കുന്ന വ്യക്തിയാണ് നെഹ്റു. അതാണ് നെഹ്റു സ്മരണയുടെ പ്രാധാന്യം. അത്രയ്ക്ക് മഹത്വവും മഹിമയുമുള്ള വ്യക്തിത്വമായിരുന്നു ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ 7 അയൽവക്കത്ത് നിൽക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരാൾ പോലും നിങ്ങളുടെ കൂടെ ഇല്ലാത്തതിന്റെ പക അല്ലെങ്കിൽ അസൂയ, അതാണ് അങ്ങേ കൊണ്ട് അങ്ങനെ പറയിച്ചത്. അതുകൊണ്ടാണ് അങ്ങ് നെഹ്റു മ്യൂസിയത്തിന്റെ പേര് അങ്ങ് മാറ്റി PM's മ്യൂസിയം എന്നാക്കി. താങ്കളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് താങ്കൾക്ക് നെഹ്റു സ്മരണ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇന്ത്യയുടെ ചരിത്രം മായ്ച്ചു കളയാനാക്കുമോ ഈ അല്പത്വം നിറഞ്ഞ നടപടി കൊണ്ട്? അമേരിക്ക കണ്ടെത്തിയ അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ തിരിച്ചയച്ച ഈ സംഭവത്തിൽ ഇന്ത്യക്ക് വലിയ നയതന്ത്ര വീഴ്ചയാണ് സംഭവിച്ചത്. അമേരിക്ക നമ്മളെ നേരത്തെ അറിയിച്ചതാ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ തിരിച്ചയക്കുകയാണെന്ന്. അപ്പോൾ ഇന്ത്യക്ക് എന്താണ് ചെയ്യാൻ പറ്റുമായിരുന്നത്? നമ്മുടെ സൈനിക വിമാനം അമേരിക്കയിലേക്ക് അയക്കാമായിരുന്നു, അല്ലെങ്കിൽ ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ അയച്ച് അവരെ തിരികെ കൊണ്ടുവരാമായിരുന്നു. അതിന് നയതന്ത്രപരമായ കൂടിയാലോചനകൾ വേണം. ആ ചർച്ചയ്ക്ക് ശേഷം അതിന് അമേരിക്കയുടെ അനുമതി വാങ്ങിക്കൊണ്ട്, ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണല്ലോ അമേരിക്ക, അവരുടെ സമ്മതം നേടിക്കൊണ്ട് പ്രത്യേക വിമാനങ്ങൾ, സൈനിക വിമാനങ്ങൾ അയച്ച് നമ്മുടെ രാജ്യത്തു നിന്നുള്ളവരെ അന്തസ്സോടുകൂടി നമുക്ക് ഇവിടെ തിരികെ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അതിന് സർക്കാർ തയ്യാറായില്ല. മറ്റു രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചവരെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാ. നമ്മുടെ മുമ്പിൽ ആ ചിത്രങ്ങളുണ്ട്, ആ അനുഭവമുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കർശനമായി പറയാമായിരുന്നു അമേരിക്കയോട്, ശരി, നിങ്ങൾ തിരിച്ചയച്ചോളൂ, ഞങ്ങൾ അവരെ സ്വീകരിച്ചോളാം, പക്ഷെ അവരെ ചങ്ങലക്കിടാൻ പാടില്ല, അവർക്ക് കൈവിലങ്ങിലിടാൻ പാടില്ല, അവർക്ക് വിമാനത്തിൽ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണം. മറ്റു സൗകര്യങ്ങൾ, സാധാരണ യാത്രക്കാർക്ക് ഒരു വിമാനത്തിൽ കിട്ടുന്ന സൗകര്യങ്ങൾ, ശുചിമുറി അടക്കം അവർക്ക് ലഭ്യമാക്കണം എന്ന് നമുക്ക് ശക്തമായ ഭാഷയിൽ അവരോട് പറയാമായിരുന്നു. നമ്മളത് ചെയ്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തു നിന്നുള്ള 104 പേര് ഇത്തരത്തിലുള്ള അപമാനം സഹിച്ച് തിരിച്ച് ഇന്ത്യയിലെത്തേണ്ടി വന്നത്. നമ്മുടെ വീഴ്ചയാ, നയതന്ത്രപരമായ വീഴ്ച. ആ 104 നിസ്സഹായരായ മനുഷ്യര് അവരനുഭവിച്ച വേദന, അപമാനം, അത് ഇന്ത്യ ഭരിക്കുന്നവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടോ? ബ്രസീലിലേക്ക് ഇതുപോലെ ആളുകളെ എത്തിച്ചപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് അതിശക്തമായ ഭാഷയിൽ അതിനെ വിമർശിച്ചു. കൊളംബിയയ്ക്ക് അയച്ചൊരു വിമാനം, അവരത് അവിടെ ഇറങ്ങാൻ പോലും അനുവാദം നൽകിയില്ല. അങ്ങനെ പ്രതികരിച്ചു ട്രംപിന്റെ മുമ്പിൽ. ട്രംപ് ഇപ്പോൾ വലിയ അതിശക്തനായിരിക്കാം, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നടപടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്ത് ഭാവിച്ചാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവരുടെ മുമ്പിൽ ബ്രസീലും കൊളംബിയയും ധീരമായ ഒരു നിലപാടാണ് എടുത്തത്. പക്ഷെ നമ്മളാവട്ടെ ട്രംപിന് മുന്നിൽ നേരെ നിന്ന് സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്ത രീതിയിലാണ് ഈ സംഭവത്തോട് പ്രതികരിച്ചത്. എത്ര അപമാനകരമായ, ലജ്ജാകരമായ ഒന്നാണ് എന്ന് ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കേണ്ട കാര്യമായത്. മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നാണ് ട്രംപ് മോദിയെയും മോദി ട്രംപിനെയും കുറിച്ച് പറയുന്നത്. ട്രംപിന് ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് മോദിയാണെന്നാണ് BJP-ക്കാര് ചെണ്ടയടിച്ച് നടക്കുന്നത്. പക്ഷേ 56 ഇഞ്ചെന്ന് ഖ്യാതി പറയും, വിശ്വഗുരു എന്നൊക്കെ ചമഞ്ഞു നടക്കും. പക്ഷെ നിർണായകമായ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ അമേരിക്കയുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുകയാണ് ചെയ്തത്.
ഇന്ത്യക്ക് മറ്റൊരു ചരിത്രമുണ്ടത് മറന്നു പോകരുത്. ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തുമ്പോൾ അന്ന് അമേരിക്കൻ ഭരണകൂടം അവരുടെ നാവികസേനയുടെ 7ാം കപ്പൽപ്പടയെ ഇങ്ങോട്ട് അയച്ചു. 7th ഫ്ലീറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ പടക്കപ്പലുകളുടെ വ്യൂഹമാണ് 7ാം കപ്പൽപ്പട. ഇങ്ങോട്ട് അയച്ചു ഇന്ത്യയിലേക്ക് നമ്മളെ പേടിപ്പിക്കാൻ, ഭീഷണിപ്പെടുത്താൻ. പാകിസ്ഥാന് വേണ്ടി അയച്ചതാ, പാകിസ്ഥാനെ സഹായിക്കാൻ വിട്ടതാ. നമ്മൾ പറഞ്ഞു, ഇന്ത്യ പറഞ്ഞു ബംഗാൾ ഉൾക്കടലിലേക്ക് ഇത് കടന്നു പോകരുതെന്ന്. തിരിച്ചുപോയി. 7th ഫ്ലീറ്റ് തിരിച്ചുപോയി. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. മോദി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ആക്ഷേപിച്ച അല്ലെങ്കിൽ വിമർശിച്ച നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധി. അങ്ങനൊരു ചരിത്രം, മഹിതമായൊരു ചരിത്രം നമുക്കുണ്ട്. അത് മറന്നു പോകരുത്. നമ്മൾ എന്തിനാണ് അമേരിക്കയെ പേടിക്കുന്നത്? അവരുടെ മുമ്പിൽ എന്തിനാണ് തലകുനിച്ച് നിൽക്കുന്നത്? ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രീതി കിട്ടാൻ വേണ്ടി ഇത്ര വില കുറഞ്ഞ രീതിയിൽ അവരോട് പെരുമാറിയിട്ട് കാര്യമില്ല. നമുക്ക് വലുത് നമ്മുടെ അന്തസ്സ് തന്നെയാണ്. ഇപ്പോൾ മോദി അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്, ട്രംപിനെ കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇനാഗുറേഷന്, അതായത് സത്യപ്രതിജ്ഞയ്ക്ക് മോദിക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. അതൊരു ചെറിയ ക്ഷീണമായി പോയി. പകരം പോയത് എസ് ജയശങ്കർ, വിദേശകാര്യമന്ത്രി. എസ് ജയശങ്കർ ട്രംപിനെ കണ്ട് മോദിയെ ഒന്ന് ക്ഷണിക്കണം എന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടപ്പോഴാണ് മോദിക്ക് ഈ ക്ഷണം ലഭിച്ചത്, അമേരിക്കയിലേക്കുള്ള ക്ഷണപത്രം ലഭിച്ചതെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറയുകയുണ്ടായി. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഉത്തരവാദിത്വത്തോടുകൂടി അത് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കുക അല്ലാതെ വേറെ വഴിയില്ല. ഏതായാലും അമേരിക്കയ്ക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ സ്വകാര്യമായിട്ടെങ്കിലും ട്രംപിനോട് പറയണം, സാറേ ചെയ്തത് തെറ്റായിപ്പോയി, ഈ വൃത്തികേട് ഞങ്ങളോട് കാണിക്കരുതായിരുന്നു എന്ന് പറയണം. അല്ലാതെ സ്വകാര്യത്തിൽ തോളിൽ തട്ടിക്കൊണ്ട് അവന്മാരെ തിരിച്ചയച്ചത് നന്നായി, സബാഷ് എന്ന് പറയരുത്. നമുക്ക് വരുന്ന ട്രംപ് അല്ല, അമേരിക്കയല്ല, അവരുടെ പ്രീതിയല്ല, അവരുടെ സന്തോഷമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ അഭിമാനമാണ്.